ഒമാനിൽ നിന്ന് അലി കുട്ടായി കൂടി വിവരങ്ങൾ നൽകാനായി ചെയ്യുന്നുണ്ട്. അലി, എന്താണ് ഒമാനിലെ അവസ്ഥ? മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെ പോലെ തന്നെ ഈ സ്ഫോടന ശബ്ദങ്ങൾ ഈ കഴിഞ്ഞ രാത്രിയും ഇനിയിപ്പോൾ മറ്റൊരു പകലിലേക്ക് കടക്കുമ്പോൾ ഈ പകൽ ഇത്രയും സമയമാകുമ്പോൾ ആ രീതിയിലുള്ള സമാനമായ സാഹചര്യങ്ങൾ ഒമാനിലുണ്ടോ? ദിവ്യ, മറ്റു ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഭിന്നമായി ഒമാനിൽ അങ്ങനെ ഒരു സംഘർഷ സാധ്യതയോ അങ്ങനെ ഒരു അവസ്ഥയോ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഏകദേശം ശാന്തമായ ഒരു അന്തരീക്ഷമാണ് മറ്റു ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഭിന്നമായി ഒമാനിലുള്ളത്. ഒമാൻ ഈ പ്രശ്നങ്ങളിൽ എപ്പോഴും മധ്യസ്ഥത വഹിച്ചിരുന്ന രാജ്യം കൂടിയാണ് ഒമാൻ. ഗൾഫ് മേഖലയിലുണ്ടായ പ്രശ്നങ്ങളിലും അതേപോലെ തന്നെ ഇറാനിൽ ഇന്നലെ പൊടുന്നനെ ഉണ്ടായ പ്രശ്നങ്ങളിലും വലിയ രീതിയിലുള്ള അപലപനവും ഞെട്ടലും രേഖപ്പെടുത്തിയ ഒരു രാജ്യം കൂടിയാണ്. കാരണം ഇതിന്റെ ഇടക്ക് ഈ മധ്യസ്ഥ വഹിച്ചിരുന്ന രാജ്യം കൂടി ആയതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാകുമെന്നും ആണവ കരാറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ജനീവയിൽ നടന്ന ചർച്ചയിൽ തീരുമാനമുണ്ടാകും എന്ന് വരെയാണ് ഒമാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ അൽ-ഉസൈദി ആ ചർച്ച കഴിഞ്ഞതിന് ശേഷം പ്രതികരിച്ചത്. പക്ഷെ പെട്ടെന്നുണ്ടായ ഒരു ആക്രമണം വലിയ രീതിയിൽ ഞെട്ടലുണ്ടാക്കി എന്ന് അദ്ദേഹം എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നുണ്ട്. എന്തായാലും ഒമാനിൽ അങ്ങനെ ഒരു സംഘർഷ സാധ്യതയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയോ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. പക്ഷേ മേഖലയിലുടനീളമുള്ള സംഘർഷ സാധ്യതകളിൽ വലിയ രീതിയിൽ ഞെട്ടലും അപലപനവും ഒമാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഒമാൻ സുൽത്താൻ വിവിധ GCC രാജ്യങ്ങളിലെ നേതാക്കളുമായും ഭരണാധികാരികളുമായും ഫോണിൽ സംസാരിക്കുകയും എത്രയും പെട്ടെന്ന് ഈ സംഘർഷം കുറക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ UAE, ബഹ്റൈൻ, ഖത്തർ, കുവൈത്ത് തുടങ്ങി രാജ്യത്തെ ഭരണാധികാരികളുമായി ഒമാൻ സുൽത്താൻ ഫോണിൽ സംഭാഷണം നടത്തുകയും ഈ സംഘർഷം എത്രയും പെട്ടെന്ന് തന്നെ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഒമാൻ അവരെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒമാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അൽ ബദറും വിവിധ വിദേശകാര്യമന്ത്രിമാരുമായി സംസാരിക്കുകയും വേണ്ട നടപടികൾ ഉണ്ടാകണമെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒമാൻ പൗരന്മാരുള്ള സ്ഥലങ്ങളിൽ ഈ സംഘർഷബാധിത പ്രദേശങ്ങളിൽ നിരവധി ഒമാൻ പൗരന്മാരുണ്ട്. അവരെ എത്രയും പെട്ടെന്ന് ഒമാനിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കൂടി ഒമാൻ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ രാജ്യങ്ങളിലുള്ള ഒമാൻ പൗരന്മാർ ആ രാജ്യത്തെ ഒമാൻ എംബസിയുമായി ബന്ധപ്പെടണമെന്നും അവർക്കുള്ള നമ്പറും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ എംബസി ഇന്നലെ തന്നെ ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റു GCC രാജ്യങ്ങളിൽ ഇതുമായി സംഘർഷ സാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ഒമാനിൽ അങ്ങനെ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ലെങ്കിൽ പോലും ഇന്ത്യൻ എംബസി ഇന്ത്യൻ പൗരന്മാർക്ക് പ്രത്യേകം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിദൂര യാത്ര അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കണമെന്നും. അവിടെ ഒമാനിലെ ജനജീവിതം സാധാരണ നിലയിൽ തന്നെയാണ് ഇപ്പോഴും. അതെ ദിവ്യ, ഒമാനിലെ ജനജീവിതം സാധാരണ ജീവിതം, പക്ഷേ എങ്കിലും ജാഗ്രതാ നിർദ്ദേശം ഒമാൻ അധികൃതരും ഇന്ത്യൻ എംബസിയും ഇന്ത്യൻ പൗരന്മാർക്കും ഒമാനി പൗരന്മാർക്കും നൽകിയിട്ടുണ്ട്. യാത്രകൾ ഒഴിവാക്കുന്ന പ്രത്യേകം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാനുള്ള ഹെൽപ്പ് ലൈൻ നമ്പറും വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏത് സഹായത്തിനും ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണമെന്ന് ഇന്ത്യൻ പൗരന്മാരോട് ഇന്ത്യൻ എംബസി അറിയിച്ചിട്ടുണ്ട്. എന്തുതന്നെയായാലും ഒമാനിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. എങ്കിൽ തന്നെയും ജാഗ്രതയോടെ ഇരിക്കണമെന്ന് കൂടി സ്വദേശികളോടും വിദേശികളോടും അറിയിച്ചിട്ടുണ്ട്. GCC രാജ്യങ്ങളിലെ ഭരണാധികാരികളുമായി ഒമാൻ സുൽത്താൻ നിരന്തരം ഫോണിൽ ബന്ധപ്പെടുകയും സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദിവ്യ, ശരി. എന്തായാലും ഒമാനിൽ വല്ലാത്തൊരു ആശങ്കാജനകമായ സ്ഥിതിയില്ല. ജനജീവിതം സാധാരണ നിലയിൽ മുന്നോട്ട് പോവുകയാണെങ്കിലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഒമാന്റെ നേതൃത്വത്തിലുള്ള മധ്യസ്ഥ ശ്രമങ്ങളും ഇവിടെ സജീവമായി നടക്കുന്നു എന്ന് തന്നെയാണ്. പക്ഷേ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ വ്യാപകമായ ആക്രമണങ്ങൾ തുടരുകയാണ്. ഖത്തറിലും ബഹ്റൈനിലും അതുപോലെ തന്നെ ദുബായ് വിമാനത്താവളത്തിന് നേരെയടക്കം ഡ്രോൺ ആക്രമണങ്ങൾ, മിസൈൽ ആക്രമണങ്ങൾ നടന്നതായുള്ള വിവരങ്ങൾ വരുന്നു. പലയിടങ്ങളിലും ഡ്രോൺ അവശിഷ്ടങ്ങൾ താഴേക്ക് പതിച്ചുകൊണ്ടുള്ള അപകടങ്ങൾ, ആളുകൾക്ക് പരിക്കേൽക്കൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. ഖത്തറിൽ 16 പേർക്ക് പരിക്കേറ്റു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്.